പ്രിയമുള്ളവരെ, ഇന്ന് ലോകം മുഴുവൻ ദുഃഖവെള്ളിയാഴ്ച അനുസ്മരിക്കുകയാണ്. ക്രൂശിലെ ആ ഒരു ശൂന്യവൽക്കരണമാണ് ഇന്നത്തെ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നതും ധ്യാനിക്കുന്നതും. ഇന്ന് കുരിശുമലകളിൽ നമ്മളോടൊപ്പം കയറാൻ വരുന്നത് പാലാരൂപതയുടെ മുൻ സഹായമെത്രാനായിരുന്ന ജേക്കബ് മുരിക്കൻ പിതാവാണ്. കുരിശിലെ ആ ശൂന്യവൽക്കരണവും പിതാവിൻ്റെ ജീവിതത്തിലെ ആ ശൂന്യവൽക്കരണവും ഈ ഒരു മലകയറ്റത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ സന്ദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും കുരിശുമലകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ മുറിഞ്ഞുപുഴ സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ ഇടവക വികാരിയായ ഫാദർ മാത്യു പൂച്ചാലിലച്ചൻ ഇപ്പോൾ ഈ ഒരു കുരിശുമലയെക്കുറിച്ചും ഈ ഒരു ദേവാലയത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ ഇടവക ആദ്യമായിട്ട് പെരുവന്താനത്തിൻ്റെ കുരിശുപള്ളിയായി തുടർന്നതാണ്. ആദ്യമെല്ലാം അവിടുത്തെ ആണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ക്രമേണ 1958 ഇടവകയായിട്ട് ചെറിയ ഷെഡിലൂടെ ആരംഭിച്ചതാണ്. 2017 ഈ 14 സ്ഥലങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു കുരിശുമലയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ ദുഃഖവെള്ളിയാഴ്ച ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഏറ്റവും പരിശുദ്ധമായ ഒരു ദിവസമാണ്. ഈ ദിവസം അഭിമന്യ മുരിക്കൻ പിതാവുമായി ചേർന്ന് നമ്മൾ ഈ ഒരു മലകയറ്റം തുടരുകയാണ്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. മുറിഞ്ഞുപുഴ ഈ ഒരു കുരിശുമലയുടെ നമ്മൾ ഏകദേശം ഇപ്പോൾ 3ാം സ്ഥലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കുരിശുമലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയുള്ള ഒരു യാത്ര തന്നെയാണ്. നല്ല കുത്തനെയുള്ള ഒരു കയറ്റം, അതും കാടിൻ്റെ ഉള്ളിൽ കൂടെ പാറകൾ ചവിട്ടി തന്നെ വളരെ ബുദ്ധിമുട്ടോടുകൂടെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് കയറുകയാണ് ഈ ഒരു കുരിശുമല. അങ്ങനെ നമ്മൾ 5ാം സ്ഥലം വരെ എത്തിയിരിക്കുകയാണ്. ഇത്ര നേരം ഒരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയായിരുന്നെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് വേണ്ടി ഇവിടെ ലഭിക്കുന്നത്. നല്ല ഭംഗി, 2 മലകളുടെ ഇടയിലൂടെയുള്ള ആ ഒരു താഴേക്ക് നല്ല അഗാധമായ ഗർത്തമാണ്. അപ്പം അതിൻ്റെ ഒരു വളരെ അരികത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിതാവെ, കുറച്ച് കഷ്ടപ്പാടായിരുന്നു നമ്മൾ ഇത്രയും കയറി വന്നപ്പോൾ ഈ ഒരു 5ാം സ്ഥലം വരെ എത്തിയപ്പോൾ. എനിക്ക് പിതാവിനോടൊരു കാര്യം ചോദിക്കാനുള്ളത്,
ഈ ഒരു നോമ്പ് കാലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ദുഃഖവെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ സഭ മുഴുവൻ എല്ലാവരും തന്നെ വിശ്വാസികൾ മല കയറുന്ന ഒരു പാരമ്പര്യം ഉണ്ട്. അപ്പോൾ ഒരു മല നമ്മൾ കയറുമ്പോൾ അത് ഒരു വിശ്വാസിയുടെ മനസ്സും അവൻ്റെ ഒരു പ്രാർത്ഥനയും എപ്രകാരമായിരിക്കണം ഒരു മല കയറുമ്പോൾ. ഒപ്പം തന്നെ ഇന്ന് നമ്മൾ പീഡാസഹനത്തെക്കുറിച്ച്, ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ധ്യാനിക്കുമ്പോൾ ഒരു പരിശുദ്ധ ദിവസം എത്രത്തോളം നമ്മുടെ ഈ ഒരു മലകയറ്റം ആ ഒരു ഈശോ സഹിച്ച ആ ഒരു പീഡയോടൊക്കെ ചേർത്ത് വയ്ക്കാനൊക്കെ സാധിക്കും. മലകൾ വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയുടെ പാരമ്പര്യത്തിലുമെല്ലാം പ്രധാനമാണ്. ആത്മീയ ജീവിതത്തിന് കൂടുതൽ മികവേകുന്ന കേന്ദ്രമായിട്ടാണ് മലകൾ. മനുഷ്യൻ്റെ മഹത്വമൊന്നും മലയിലില്ല, എല്ലാം ദൈവത്തിൻ്റെ മഹത്വമാണ്. ഈശോ മലയുടെ മുകളിലേക്ക് കയറി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട്, പിതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ മറ്റ് ലോക സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പിൻവാങ്ങുക, ദൈവത്തോടു കൂടെ മാത്രമായിരിക്കാൻ വേണ്ടി ഏകാന്തതയിലും നിശബ്ദതയിലും. അതാണ് മലയുടെ മുകൾ എപ്പോഴും സൂചിപ്പിക്കുക. ഏകാന്തത, നിശബ്ദത, മറ്റ് ബാഹ്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ഇല്ലാതെ ദൈവത്തെ ഓർക്കാൻ നമ്മൾ ഈ മല കയറുമ്പം കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുക. ആ കർത്താവിൻ്റെ രക്ഷാകരമായിട്ടുള്ള കുരിശിൻ്റെ വഴിയെ സഞ്ചരിക്കുകയാണ്. നമുക്കെല്ലാം രക്ഷ നേടിത്തന്ന കർത്താവിൻ്റെ സഹനത്തോട് ചേർന്നാണ് ഈ മല കയറുമ്പോൾ നമ്മുടെ ശരീരം അധ്വാനിക്കുന്നുണ്ട്. ആ അധ്വാനം ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മീയ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള സന്തോഷങ്ങളെയൊക്കെ ത്യജിക്കാനും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനും ജഡാഭിലാഷങ്ങളെ അവഗണിക്കാനുമൊക്കെ നമ്മെ പ്രാപ്തമാക്കുന്നതാണ് ക്ലേശകരമായ യാത്രയിലൂടെ, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതാണ് ത്യാഗം സഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ഈ മലകയറ്റവുമെല്ലാം. അതുകൊണ്ടാണ് ഈ മലകയറ്റം നമ്മുടെ ആത്മീയ ചര്യയിൽ വളരെ പ്രധാനമാണ്. അത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയൊക്കെ നിഗ്രഹിക്കാൻ നമ്മെ സഹായിക്കുകയും ഈശോ നമ്മെ പഠിപ്പിച്ച സഹനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഓക്കെ പിതാവ്, എന്തായാലും നമുക്ക് ഈ ഒരു മലകയറ്റം തുടരാം. നേരത്തെ നമ്മുടെ വികാരിച്ചൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും ഉയർന്ന മലയാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റും മനോഹരമായ ദൃശ്യം, പിതാവ് പറഞ്ഞ പോലെ തന്നെ വളരെ അതിമനോഹരമായ ഒരു ദൃശ്യം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ മല കയറണം. എന്തായാലും നമുക്ക് തുടരാം പിതാവ്. ഏഴാം സ്ഥലം. ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ മനുഷ്യപാവങ്ങളുടെ എല്ലാം ഭാരങ്ങളെല്ലാം ചുമന്ന മിശിഹായെ അങ്ങയെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണം. എട്ടാം സ്ഥലം. ഈശോമിശിഹ ഓസ്ലോ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഏഴാം സ്ഥലം കഴിഞ്ഞത് എട്ടാം സ്ഥലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കുരിശിൻ്റെ വഴി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പകുതിയോളം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പിതാവും വികാരിച്ചനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഏകദേശം ആ ഒരു മലയുടെ ഏറ്റവും മുകളിലുള്ള ഒരു പാറയുടെ മുകളിൽ വരെ നമുക്ക് എത്തണം. അത് കാണുമ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ കുറച്ച് ഭയം തോന്നുന്നുണ്ട്, കാരണം അത്രയും ദൂരം എത്തുക എന്നുള്ളത്. എങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ കടന്നു പോകുമ്പോൾ നമുക്കൊട്ടും ക്ഷീണം അറിയുന്നില്ല.
വളരെ മനോഹരമായി തന്നെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി പിതാവിനോടൊപ്പം തന്നെ നമ്മൾ കയറുകയാണ്. പിതാവെ, ഈ ഒരു നിമിഷം ചോദിച്ചോട്ടെ, നമ്മളൊരു കുരിശിൻ്റെ വഴി ചൊല്ലി പോവുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും ആ ഒരു ത്യാഗത്തെക്കുറിച്ചൊക്കെ പോകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധികളും വിഷമങ്ങളും വേദനകളും രോഗങ്ങളൊക്കെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വരും. ഒരുപക്ഷെ നമ്മളതിനെ ഓരോ കുരിശുകളായിട്ട് കണ്ട് അത് വലിയൊരു ഭാരമായിട്ടാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ കുരിശുകളെ നമ്മൾ കാണുന്നത്. എത്രത്തോളമാണ് ഈ ഒരു കുരിശുകളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എപ്രകാരമായിരിക്കണം ഒരു കുരിശിനെ കാണേണ്ടത്? ഈശോയുടെ ആ കുരിശിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈശോ സഹിച്ച പാടുപീഡകൾ നമ്മുടെ രക്ഷയ്ക്കായിട്ട് അവിടുന്ന് നിഷ്കളങ്കനായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എങ്കിലും അവിടുന്ന് ഇതെല്ലാം സഹിച്ചു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്കെല്ലാം രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് അവിടുന്ന് ശൂന്യമാക്കി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈശോയോട് താതാത്മ്യപ്പെടാനുള്ളൊരു വഴിയാണ് സഹനങ്ങൾ. രോഗമാകാം, മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാകാം, ഈ ലോകത്തിലെ ഞെരുക്കം. ഈശോ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുകയും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കും. അപ്പോൾ ലോകത്തെ കീഴടക്കുക എന്നുള്ള ആ പ്രക്രിയയാണ് ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കേണ്ട ഒരു യാഥാർത്ഥ്യവുമാണ്. ഈ കുരിശ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കുരിശിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസത്തോടെ കുരിശിനെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ കുരിശ് കൊണ്ടു നടക്കുന്നുണ്ട്. നമുക്കൊരു ശക്തിയാണ് കുരിശ് കാണുമ്പോൾ. പക്ഷേ ഇത്തരത്തിൽ വേദനകളോട് ഒരു കുരിശ് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും പിന്നോട്ട് പോകുന്ന ഒരിതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സന്തോഷത്തോടെ കുരിശുകൾ ഏറ്റെടുക്കാനായിട്ട് ഒരു സാധാരണ വിശ്വാസിക്ക് എങ്ങനെയാണ് അത് സാധിക്കുക, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യാൻ പറ്റുക? ദൈവിക മനുഷ്യരുടെ ജീവിതത്തിൽ കാണാം. മോശ, അദ്ദേഹം വിക്കനായിരുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ എങ്ങനെയാണ് ഈ ജനത്തെ നയിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അങ്ങനെ പല കുറവുകളുണ്ട്. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ മോശയ്ക്ക് കഴിവ് കൊടുത്ത ദൈവം പക്ഷേ അവൻ്റെ വിക്ക് മാറ്റിക്കൊടുത്തില്ല. വിക്ക് ഒരു സഹനമായിട്ട് അവനിൽ നിക്ഷേപിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില നിക്ഷേപങ്ങളുണ്ട്, ദൈവം തരുന്ന ചില നിക്ഷേപങ്ങൾ. മോശയുടെ വിക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ അവന് കാരണമായി. ഒരു കുറവും കൂടാതെ ഇസ്രായേൽ ജനത്തെ അവൻ ധീരമായിട്ട് നയിച്ചു. അപ്പോൾ അതൊരു കൃപയായി മാറി. അതാണ് നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ, ഇതെല്ലാം കൃപയായിട്ട് മാറുക. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ ആ വേദന, ഞാൻ കർത്താവിനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷെ അത് മാറിയില്ല. കർത്താവ് പറഞ്ഞവനോട്, നിനക്ക് എൻ്റെ കൃപ മതി. നമുക്കതാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളിപ്പോൾ 12ാം സ്ഥലം പിന്നിട്ടിരിക്കുകയാണ്. 12ാം സ്ഥലം പിന്നിട്ടപ്പോൾ നല്ല മഴ വന്നു. അതുകൊണ്ട് തന്നെ നമ്മളിനി കുട ചൂടിയാണ് ഈ ഒരു മല കയറുന്നത്. പിതാവേ, വലിയൊരു ത്യാഗത്തോടെയാണ് നമ്മളിപ്പോൾ ഈ ഒരു മല കയറുന്നത്. നമ്മുടെ ഈ ഒരു അനുദിന ജീവിതത്തിൽ ഈ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ? അതായത് സാധാരണ നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചാൽ പോരെ, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിച്ച്, ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കുരിശുമല കയറുമ്പോൾ ത്യാഗമുണ്ട്, ഒപ്പം ഒരു പ്രായശ്ചിത്തം എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവോ ഇത്തരത്തിലൊരു പ്രാർത്ഥന? മല കയറി ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കൂടുതൽ തീഷ്ണമാകാൻ നമ്മെ സഹായിക്കുന്നതാണ് ത്യാഗപൂർവ്വമുള്ള പ്രാർത്ഥന. മല കയറി കൂടുതൽ
ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിച്ച് ശരീരത്തിൻ്റെ സുഖങ്ങളെ പൂർണ്ണമായിട്ടും വെടിഞ്ഞ് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൂടുതൽ ദൈവവുമായിട്ട് നമ്മെ ഐക്യപ്പെടുത്താൻ സഹായിക്കും. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സ്വയം ശൂന്യമാക്കാനും ദൈവത്തിൻ്റെ ആ രക്ഷണീയ അനുഭവത്തിൽ പങ്കാളിയാകാനും എല്ലാം സാധിക്കും. അതിലുപരിയായിട്ട് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കർത്താവാണ് എന്നെ നയിക്കുന്നത്, അവിടെ നിന്നാണ് എൻ്റെ ഇടയൻ, സങ്കീർത്തനം പറയുന്ന പോലെ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ നമ്മെ സഹായിക്കുന്നതാണ് ത്യാഗം സഹിച്ചുള്ള പ്രാർത്ഥന. ഇത്തരത്തിൽ പ്രായശ്ചിത്ത പ്രവർത്തികൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുമോ? പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അതിലുപരിയായിട്ട് പാപം ചെയ്യാതിരിക്കാനുള്ളൊരു പരിശുദ്ധാത്മ ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യും. രണ്ട് ഫലങ്ങളാണ്. പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമുക്കിത് കാഴ്ചവെക്കാം. ഒപ്പം വീണ്ടും പാപം ഉണ്ടാകാതിരിക്കാൻ നമ്മെ തന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഒരു കൃപ ലഭിക്കും. നമ്മളങ്ങനെ 14-ാം സ്ഥലം പിന്നിട്ട് സമാപന സ്ഥലത്തിലേക്ക് എത്തുകയാണ്. മഴ നന്നായി പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വളരെ മനോഹരമായൊരു ദൃശ്യമാണ് നമുക്കിപ്പോൾ ഈ ഏറ്റവും മലമുകളിലേക്ക് എത്തുമ്പോൾ ലഭിക്കുന്നത്. കാരണം ചുറ്റും കോട വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ശാന്തമായ സ്ഥലം. തീർച്ചയായിട്ടും ഈ ഒരു വിജനമായ ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നു ദൈവവുമായി ചേർന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ഈ ഒരു മലമുകളിൽ എത്തുമ്പോൾ ലഭിക്കുന്നത്. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാവൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മളങ്ങനെ സമാപന സ്ഥലത്തിൽ ഈ ഒരു മലമുകളിലെ ഏറ്റവും വലിയൊരു കുരിശിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നല്ല മഴയുണ്ട്, ചുറ്റും കോട നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വന്നിരുന്ന ആ കാഴ്ചകളൊന്നും ഇപ്പോൾ കാണാനില്ല. പിതാവേ, നമ്മൾ ഈ ഒരു കുരിശിൻ്റെ താഴെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഉയരേണ്ടതുണ്ട്? വിശ്വാസികളിൽ പ്രാർത്ഥനകളും വിശ്വാസം എത്രത്തോളം വളരേണ്ടതുണ്ട്? വിശ്വാസം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അടിസ്ഥാനപരമായിട്ട് മാമോദിസായിലൂടെയാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഈശോയിലുള്ള വിശ്വാസം, മിശിഹായുടെ ഭൗതിക ശരീരമായ സഭയിലുള്ള വിശ്വാസം, അതിലൂടെ പരിശുദ്ധ കുർബാനയിലേക്കും കുദാശകളിലേക്കും നമ്മൾ ചേരുകയും അതുവഴി
ഈശോയോട് ചേർന്ന് നമ്മുടെ ജീവിതം വളരുകയുമാണ്. അപ്പോൾ ഈശോയോട് ചേർന്നുള്ള വളർച്ചയാണ് വിശ്വാസ വളർച്ച എന്ന് പറയുന്നത്. അത് സഭയോട് ചേർന്നുള്ള വളർച്ചയാണ്. ഈശോയുടെ ഭൗതിക ശരീരമായ സഭയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയിലും കുദാശകളിലും സഭയുടെ മറ്റ് ശുശ്രൂഷകളിലുമെല്ലാം സജീവമായി പങ്കുചേർന്ന് മിശിഹായോട് ചേർന്ന് സഭയോട് ചേർന്നാണ് നമുക്ക് വളരാനായിട്ട് കഴിയുന്നത്. വിശ്വാസ വളർച്ച സഭയുടെ വളർച്ചയാണ്. അത് സഭയിലൂടെ വളരേണ്ട ഒന്നാണ്. വിശ്വാസത്തിൻ്റെ നിക്ഷേപം മുഴുവൻ സഭയിലാണ്. സഭയോട് ചേർന്ന് സഭ നൽകുന്ന കൗദാശ്യ വരപ്രസാദങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മുടെ മാത്രം പ്രയത്നമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മ പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വളരെ ആവശ്യമാണ്. പിതാവ് അതോടൊപ്പം തന്നെ പിതാവ് ഇപ്പോൾ പറഞ്ഞു വെച്ചുള്ളത് സഭയോട് ചേർന്ന് നമ്മൾ വിശ്വാസം വളർത്തുക എന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നത്, പലപ്പോഴും വേദന തോന്നുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും വൈദികരെയും സന്യസ്തരെയും മെത്രാന്മാരെയും എല്ലാം പലതരത്തിൽ അവഹേളിക്കുന്ന, പ്രത്യേകിച്ച് ചില വിശ്വാസികളുടെ പേരിൽ തന്നെ അത്തരത്തിൽ വരുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമ്മൾ ഈ ഒരു കുരിശിൻ്റെ വഴി ചെല്ലിയ പ്രാർത്ഥന ഈശോ സഹിച്ച നിന്ദാസഹനങ്ങളും അപമാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ധ്യാനിച്ചു. ഇത്തരത്തിൽ അപമാനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശമായ രീതിയിൽ അത്തരത്തിൽ പിതാക്കന്മാർക്കെതിരെയും സന്യസ്തർക്കെതിരെയും വൈദികർക്കെതിരെയൊക്കെ വരുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദുഃഖവെള്ളിയുടെ ഒരു കാഴ്ചപ്പാടിൽ കാണേണ്ടത്? ഈശോ തന്നെ അതിന് നമുക്ക് ഉദാഹരണമാണ്. അവിടുന്ന് പീഡനങ്ങൾ നിന്ദനങ്ങൾ ഏറ്റു ആ കാലഘട്ടത്തിൽ. ആദിമ സഭയിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈശോയെ അനുഗമിച്ചവർക്കെല്ലാം വലിയ പീഡനങ്ങളും നിന്ദനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നു. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ലോകം നേരെ ഘടകവിരുദ്ധമായൊരു പ്രകൃതമാണ് കാണിക്കുന്നത്. അപ്പോൾ ലോകത്തിന് ഒട്ടും പ്രാപ്യമായ കാര്യമല്ല ദൈവത്തോടു കൂടെ മനുഷ്യൻ നീങ്ങുന്നതും. ദൈവിക ശുശ്രൂഷകൾ വഴി, അതായത് മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെയും സന്യസ്തരുടെയും ആത്മായ പ്രേക്ഷിതരുടെയൊക്കെ ശുശ്രൂഷകൾ വഴി ദൈവത്തിലേക്ക് മനുഷ്യൻ അടുക്കുന്നത് ലോകത്തിൻ്റെ ആ ചിന്തയിൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും ദൈവിക ശുശ്രൂഷകളെ വ്യാപരിക്കുന്നവരെ ഇടിച്ചു താഴ്ത്തുക, അവരുടെ ശുശ്രൂഷകളെ ആക്ഷേപിക്കുക, ഇതെല്ലാം വഴി ദൈവത്തോട് മനുഷ്യൻ അടുക്കുന്നത് തടയാനായിട്ട് ലോകം എല്ലാ പ്രയത്നങ്ങളും നടത്തും. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനെ നേരിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രാർത്ഥന കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും നമ്മുടെ തപശ്ചര്യകൾ കൊണ്ടും നല്ല പ്രവൃത്തികൾ കൊണ്ടും നമുക്കതിനെ വീരോചിതമായിട്ട് നേരിടാൻ പറ്റും. ഈ ഒരു സമയം ദുഃഖവെള്ളിയാഴ്ച ഗുഡ്നസ് പ്രേക്ഷകരോട് അങ്ങേക്കുള്ള ഒരു ദുഃഖവെള്ളി സന്ദേശം ഒന്ന് നൽകുന്നു. ഈശോയുടെ രക്ഷാകരമായ പീഡാസഹന മരണം, അതിൻ്റെ പൂർത്തീകരണമായിട്ടുള്ള ഉത്ഥാനം. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മളെല്ലാം ആചരിക്കുമ്പോൾ ഈശോയിൽ നമുക്കുള്ള പ്രത്യാശയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഈശോയിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്, അവിടുന്നിലാണ് പ്രത്യാശ അർപ്പിക്കേണ്ടത്. ഈ ലോകത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതെല്ലാം ഈ ലോകത്തിൽ നമ്മൾ നേരിടേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അവയെല്ലാം ദൈവത്തിൻ്റെ ഒരു ശക്തി എനിക്കുണ്ട്. കൂടുതൽ പീഡകളേൽക്കുമ്പോൾ, രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, അപകടങ്ങളും മരണങ്ങളും ഒക്കെ നമ്മൾ നേരിടുമ്പോൾ ഈശോ കൂടുതൽ എനിക്ക് സമീപസ്ഥനായിരിക്കുന്നു എന്നാണ് ഈ ക്രൂശിതനായ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് ക്രൂശിതനായിരിക്കുന്നു നമുക്കെല്ലാം വേണ്ടിയാണ്. അവിടുത്തെ ആ സഹനം നമ്മുടെ എല്ലാ സഹനങ്ങൾക്ക് ഉള്ള ഏറ്റവും നല്ല ഉത്തരവുമാണ്. എന്തുകൊണ്ട് ഈശോ സഹിച്ചു? നമ്മുടെ സഹനത്തിൻ്റെ ഉത്തരം കുരിശിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹനത്തിൻ്റെ രക്ഷാകര മാനമാണ് ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്നത്. സഹനമില്ലാതെ ഒരു ജീവിതമില്ല. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു, വേദനയോടെയാണ് പ്രസവിക്കുന്നത്. ആ വേദന പിന്നീട് ഒരിക്കലും അവൾ അറിയുന്നില്ല. കാരണം അത് സന്തോഷമായിട്ട് മാറുകയാണ്. ഇതുതന്നെയാണ് രക്ഷാകരമായിട്ടുള്ള സഹനമെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നമുക്ക് സഹനവും ദുഃഖവും എല്ലാം ഉണ്ടാകുമ്പോഴും ഈശോയോട് കൂടി നമുക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുമ്പോൾ അത് രക്ഷാകരമായൊരു അനുഭവം നമുക്കുണ്ടാകും. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അതിൻ്റെ ഫലം ഉൾക്കൊള്ളാനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിൽക്കാം, കുരിശിന് ചുവട്ട് നിൽക്കാം. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നതാണ്.
ഈ ലോകത്തിലായിരിക്കുമ്പോൾ കുരിശൻ ചുവട്ട് നിൽക്കുക. എന്താ കുരിശൻ ചുവട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഞെരുക്കപ്പെടുന്നവർ, വേദനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, രോഗികളായിരിക്കുന്നവർ, സ്വയം ജീവിക്കാൻ സാധ്യമല്ലാതെ കഴിയുന്ന ഇങ്ങനെയുള്ള അനേകം മനുഷ്യരുടെ കൂടെ ആയിരിക്കാനും അവരുടെ സഹനത്തിൽ നമുക്കും പങ്കുചേരാൻ സാധിക്കുമ്പം നമുക്ക് ഈശോയുടെ കുരിശൻ ചുവട്ട് നിൽക്കുക എന്നുള്ള അനുഭവത്തിലേക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, അതല്ല ഞാൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ നിങ്ങളോടെ ആയിരിക്കുന്നത്, വിശക്കുന്നവനായിട്ട്, രോഗിയായിട്ട്, പരദേശിയായിട്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട്, ഇങ്ങനെയെല്ലാമാണ് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ സഹനത്തിലാണ് നമുക്കെല്ലാം രക്ഷ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. സഹിക്കുന്നവരോട് കൂടെ ചേരുക. നമുക്ക് സഹനം കുറവാണെങ്കിൽ സഹിക്കുന്ന മനുഷ്യരുടെ സഹനത്തിൽ പങ്കുചേരുക. അതുവഴി നമുക്ക് ഈശോയുടെ കുരിശിനോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതുപോലെ കുരിശൻ ചുവട്ട് നിൽക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാഠം അതാണ്. ഈശോയുടെ കുരിശൻ ചുവട്ടിൽ നിൽക്കുക. അവിടെ നിന്നാൽ ഏറ്റവും സുരക്ഷിതമാണ്. പാപം ഒരിക്കലും നമ്മെ പിടികൂടില്ല. സാത്താൻ അവിടെ യാതൊരു സ്വാധീനവുമില്ല. അതുകൊണ്ട് കുരിശൻ ചുവട്ട് നിൽക്കാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, ചെറുപ്പക്കാരെ പഠിപ്പിക്കാം, എല്ലാവരെയും പഠിപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു പിതാവേ. കുരിശുമലകൾ എന്ന പ്രോഗ്രാമിൻ്റെ ഈ അവസാനത്തെ എപ്പിസോഡാണ് ദുഃഖവെള്ളിയാഴ്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ്നസ് TV പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ദൈവാനുഭവം ലഭിച്ച ഒരു നിമിഷമാണ്. കാരണം അഭിമന്യ മുരിക്കൻ പിതാവ് നമ്മളോടൊപ്പം ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഗുഡ്നസ് TVക്കും വേണ്ടി ഈ ഒരു മല കയറി പ്രാർത്ഥിച്ചു, നമുക്ക് വേണ്ടി കുരിശിൻ്റെ വഴി ചൊല്ലി ഈ ഒരു മലയെ പരിചയപ്പെടുത്തി ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് പിതാവ് ഈ മല കയറുമ്പോൾ തന്നെ നൽകിയിരുന്നു. അഭിനന്ദ പിതാവേ, ഒരുപാട് നന്ദി. ഒപ്പം ഈ ഒരു മുറിഞ്ഞപുഴ സെൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ ഇടവക വികാരി അച്ഛനും നമ്മളോടൊപ്പം പ്രാർത്ഥനകൾ ചൊല്ലി തന്നെയാണ് അച്ഛനും കയറിയത്. അച്ഛൻ ഈ ഒരു മല നമുക്ക് വേണ്ടി ഈ ഒരു ഇന്നത്തെ ദിവസത്തെ ഒരു കുരിശുമലകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരുക്കി തരികയായിരുന്നു. അച്ഛനും ഈ ദേവാലയത്തിൻ്റെ കൈക്കാരന്മാരെല്ലാം കൂടി ചേർന്നാണ് ഇത്തരത്തിൽ നമുക്ക് കയറുവാനായിട്ട് മനോഹരമായി ഒരു പാതകളൊക്കെ ഒരുക്കിയത്. അച്ഛനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കുരിശുമലകൾ എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ മുറിഞ്ഞപുഴ മല വളരെ മനോഹരമാണ്. നല്ല ശക്തമായ കാറ്റുണ്ട്, ഇപ്പോൾ മഴയുണ്ട്, ഇടിവെട്ടുണ്ട്. എങ്കിലും കയറി വന്ന പാതകൾ അല്പം ദുഷ്കരമാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് കയറാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ ഒരു പ്രദേശത്തൂടെ പോകുന്നവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ഈ ഒരു ദേവാലയത്തിൽ കയറുവാനും ഈ ഒരു മല മുകളിൽ കയറി പ്രാർത്ഥിക്കുവാനും നിങ്ങൾ സമയം കണ്ടെത്തണം. കുരിശുമലകൾ എന്ന പ്രോഗ്രാമിൻ്റെ ഈ വർഷത്തെ എപ്പിസോഡുകൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം.